ഇനി ഒരു സമുദായ സംഘടന പറഞ്ഞ ചില അഭിപ്രായങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പേര് പ്രസക്തമല്ല. ഒരു സമുദായ സംഘടന രമേശ് ചെന്നിത്തലയെ KPC പ്രസിഡന്റാക്കുന്നതിൽ ഞങ്ങൾ നിർണായക പങ്കുവച്ചു. VS ശിവകുമാറിനെ മന്ത്രിസഭയിൽ എടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ മന്ത്രിസഭയുടെ ഘടന തന്നെ ശരിയല്ല. ഈ 3 കാര്യങ്ങളും പൂർണ്ണമായും കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു പുറത്തു വന്നൊരു സമുദായ സംഘടന അഭിപ്രായം പറയുന്നതിനെ അത് കോൺഗ്രസ് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അല്ല, അതിപ്പം അവരുടെ സ്വാതന്ത്ര്യമല്ലേ. കോൺഗ്രസ്സിന് അതിനകത്ത് പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സ്വാതന്ത്ര്യമാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടെ പാർട്ടിയാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ ഒതുങ്ങുന്നതുമല്ല. എല്ലാവർക്കുടെയും കൂടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ ശക്തിയും അതുതന്നെയാണ്. അപ്പം എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം കോൺഗ്രസിൻ്റെ മേലുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംഘടനയായി കോൺഗ്രസ് നിൽക്കുമ്പോൾ തന്നെ ഒരു വിഭാഗം ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരിൽ അതൊരു തെറ്റായ സന്ദേശമല്ലേ കൊടുക്കുക? അല്ല, അത് പിന്നെ തെറ്റ് ചെയ്താലേ അത് തെറ്റായ സന്ദേശമായിട്ട് തീരത്തുള്ളൂ. നമ്മൾ ശരിയാണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഈ വിമർശനങ്ങൾ വന്നാൽ ഞങ്ങളത് പരിശോധിക്കും. ഇതിപ്പോൾ ഒരു കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിനപ്പുറം രാഷ്ട്രീയക്കാരെ വരച്ച വരയിൽ നിർത്തും, സർക്കുലർ ഇറക്കി തോൽപ്പിക്കും, ഞങ്ങൾ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും എന്നിങ്ങനെ 1-2 കക്ഷികൾ, ഒരു സമുദായ ശക്തികൾ ചേർന്ന് പറയുന്നത് അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ മനസ്സിനെ അങ്ങനെ സാമുദായിക ശക്തികൾക്ക് ഒരു അടിയുറവ് വയ്ക്കുന്ന രീതിയിൽ അങ്ങനെയാണോ കേരളത്തിലെ രാഷ്ട്രീയം പോകുന്നത്? കേരളത്തിലെ രാഷ്ട്രീയം വളരെ ഒരു ഉന്നതമായ മാനദണ്ഡം പുലർത്തിക്കൊണ്ടു പോകുന്ന രാഷ്ട്രീയമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതെല്ലാ കാലത്തും ആ ഉന്നതമായ നിലയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ ഉയർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, ധനമന്ത്രി KM മാണി ഇവരൊക്കെ ചേരുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾ ചേർന്ന് കാര്യങ്ങൾ നടത്തുകയാണ്. ഭൂരിപക്ഷങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ നിങ്ങളെയൊക്കെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ ആൾക്കാരായി മാത്രം ചിത്രീകരിക്കുന്നു. ഇതൊക്കെ അതിനൊക്കെ കൃത്യമായി മറുപടി പറയാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ ഏതായാലും ന്യൂനപക്ഷത്തിൻ്റെ പ്രതിനിധിയല്ല. ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. ഞാൻ പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ ആർക്കും എന്നെ വിമർശിക്കാം. പക്ഷേ വിമർശിക്കുന്നവരോടൊന്നേ എനിക്ക് പറയാനുള്ളൂ, ഞാൻ എന്ത് ചെയ്തു? കഴിഞ്ഞ 2 കൊല്ലക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ന്യൂനപക്ഷത്തിന് വേണ്ടി പക്ഷപാതപരമായി ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള എന്ത് നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ഞാനത് പരിശോധിക്കും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തും, ഇല്ലെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്തും. ഇങ്ങനെയൊക്കെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവരവരുടെ കാര്യത്തിന് സർക്കാരിനെ വന്ന് സമീപിക്കുമ്പോൾ, മുഖ്യമന്ത്രിയെ തന്നെ സമീപിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താണ് തോന്നാറ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരാളെയോടും ഒരു വിദ്വേഷത്തോടോ മറ്റു രീതിയിലോടോ പെരുമാറരുതെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഞാനങ്ങനെ പെരുമാറിയാൽ ഞാൻ ഈ സ്ഥാനത്തിന് യോഗ്യനല്ലാതെ വരും. ഇപ്പോൾ NSSൻ്റെ നേതാവ് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ തന്നെ പറയുന്നു, ഇപ്പോൾ മുഖ്യമന്ത്രിയെയും ഞാൻ നേരത്തെ പറഞ്ഞ നേതാക്കളെയൊക്കെ ന്യൂനപക്ഷത്തിൻ്റെ വക്താക്കളായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിനിധികളായിട്ട് ചിത്രീകരിക്കുകയും NSSന് വേണ്ടിയോ അല്ലെങ്കിൽ SNDPക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അത് ശരിയാണോ? എനിക്ക് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു വിവാദത്തിനൊന്നുമില്ല. പക്ഷേ ഇപ്പം ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം, എൻ്റെ ശ്രദ്ധപ്പെടുത്തിയിട്ട് ഞാൻ ചെയ്യാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. ഞാനത് അത് പരിശോധിച്ചിട്ട് ആ കാര്യത്തിൽ എനിക്ക് തെറ്റ് പറ്റിയെങ്കിൽ ഞാനത് തുറന്ന് സമ്മതിക്കാൻ തയ്യാറാണ്. എന്നെ സമീപിച്ച് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവന്ന ഒരു കാര്യം അതിനകത്ത് ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല, അല്ലെങ്കിൽ അത് ചെയ്തില്ല, അല്ലെങ്കിൽ ഞങ്ങളോട് പക്ഷപാതപരമായി പെരുമാറി എന്ന് പറയട്ടെ. ചില പ്രശ്നങ്ങൾക്ക് കൃത്യസമയത്ത് കൃത്യമായി മറുപടി പറഞ്ഞാൽ, വളരെ ചിലപ്പോൾ ഷാർപ്പായിട്ട് മറുപടി പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരുമായിരിക്കും. പക്ഷേ അങ്ങനെ പറയാത്തത് കൊണ്ട് ചിലരെങ്കിലും ഇത് മുഖ്യമന്ത്രിയുടെ ഒരു ദൗർബല്യമാണെന്ന് കാണുകയും അത് വീണ്ടും ഇതൊക്കെ തുടർന്ന് പോവുകയും ചെയ്യുന്നത് മുഖ്യമന്ത്രി ശ്രദ്ധപ്പെട്ടിട്ടില്ല. എനിക്ക് പല ദൗർബല്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഞാൻ ആരെയും വേദനിപ്പിക്കാതെ കാര്യങ്ങൾ ആയിട്ട് മുമ്പോട്ട് പോകണം. അത് എൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. മുഴുവൻ സാധിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഞാൻ ഇത് അതർ മാൻസ് പോയിൻ്റ് ഓഫ് വ്യൂടെ എടുക്കും. ഏത് കാര്യം വരുമ്പോഴും ഞാനിത് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതെന്തായിരിക്കും തോന്നുക, അല്ലെങ്കിൽ ഇത് പ്രവർത്തിച്ചാൽ എന്തായിരിക്കും ഫലം എന്നുള്ളതൊന്ന് ഞാനൊന്ന് നോക്കും. അതിൻ്റേതായ ബലഹീനത എനിക്കുണ്ട്. പക്ഷേ എൻ്റെ പ്രവർത്തനം ശരി, അതായിപ്പോയി. മുഖ്യമന്ത്രി പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരു നല്ല കാര്യം ചെയ്താൽ പോരാ, അത് നല്ലതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുക കൂടി വേണം. ആറന്മുള വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ അത് പാലിച്ചിട്ടുണ്ടോ? ആറന്മുള വിമാനത്താവളം കഴിഞ്ഞ ഗവൺമെൻറ്റാണ് എല്ലാ അനുമതികളും കൊടുത്തിട്ടുള്ളത്.
അവിടെ ഭൂമി നികത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ഈ ഗവൺമെൻറ് ചെയ്ത ആകെ കാര്യം അവരാ പ്രദേശമാകെ വ്യവസായ മേഖലയായിട്ട് പ്രഖ്യാപിച്ചു. എയർപോർട്ടിന് പോലും അത്രയും ഭൂമി ആവശ്യമില്ല. കഴിഞ്ഞ ഗവൺമെൻറ് അവർ കൊണ്ടുവന്ന നിയമത്തിൻ്റെ അനുസരിച്ച് ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചാൽ അവിടെ അനുമതി കൊടുക്കാവുന്ന വ്യവസ്ഥയുണ്ട്. അത് റൺവേക്ക് വേണ്ടി മാത്രം അല്ലാതെ 1 സെൻറ്റ് ഭൂമി പോലും നികത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചെയ്ത ഒരു തെറ്റാണെങ്കിൽ അത് ഈ സർക്കാരും ചെയ്ത് അല്ലെങ്കിൽ വീണ്ടും അതിനെ പിന്തുണയ്ക്കുന്നതിൽ അർത്ഥമുണ്ടോ? അതിനകത്ത് ഒരർത്ഥവുമില്ല. പക്ഷേ ആ കഴിഞ്ഞ ഗവൺമെൻറ് ഒരു ശരിയാ ചെയ്തെങ്കിലോ അത് നമുക്ക് തിരുത്തുന്നത് ശരിയാണോ? അത് ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ലത് ആര് ചെയ്താലും അതിനെ അനുകൂലിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഈ സർക്കാരിൻ്റെ കാലത്തായിരുന്നു ഈ ആറന്മുള പദ്ധതി വന്നിരുന്നെങ്കിലും സർക്കാർ പിന്തുണയ്ക്കുമായിരുന്നു. അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഇപ്പോൾ തുടങ്ങി വെച്ചത്. ഈ സർക്കാരിൻ്റെ കാലത്തായിരുന്നെങ്കിലും സർക്കാർ പിന്തുണയ്ക്കുമായിരുന്നു. അപ്പോൾ ആര് പിന്തുണയ്ക്കായിരുന്നു? ഈ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ കാലത്തായിരുന്നു ഇങ്ങനൊരു പദ്ധതിയുടെ പ്രപ്പോസൽ വന്നിരുന്നെങ്കിലും സർക്കാർ ഞങ്ങൾ നിശ്ചയമായിട്ട് അതിൻ്റെ മെറിറ്റ് മുഴുവൻ പരിശോധിച്ചേനെ. മുഴുവൻ മെറിറ്റും പരിശോധിച്ചിട്ട് ഗുണകരമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിശ്ചയമായിട്ടും അതുമായിട്ട് പ്രൊസീഡ് ചെയ്യും. ഇടുക്കിയിലെ അണക്കര ഇതുപോലൊരു പ്രശ്നമുണ്ട്. അവിടെ മറ്റ് അനുമതികളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടേ അവിടെ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകത്തുള്ളൂ. മുഖ്യമന്ത്രി അണക്കരയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചോദിക്കാം. അവിടെ KICDC കൊടുത്ത ഒരു ലഘുലേഖയിൽ പറയുന്ന ഒരു കാര്യം, ഈ വിമാനത്താവളം അവിടെ വന്നാൽ സ്വിറ്റ്സർലൻഡിലെ ദാവോസിലെ പോലെ ലോകരാഷ്ട്ര നേതാക്കൾ വന്ന് പങ്കെടുക്കുന്ന സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു സ്ഥലമായി അവിടെ മാറും എന്നും ഈ KICDCയുടെ ലഘുലേഖയിൽ പറയുന്നു. അതൊക്കെ വിശ്വസനീയമാണ്? അല്ല, ഇപ്പോൾ കേരളത്തിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വളർച്ചയ്ക്ക് അതിരുകളുണ്ടാവില്ല. അത് ഉയരങ്ങളിലേക്ക് പോകും, യാതൊരു സംശയവുമില്ല. പക്ഷേ ഞങ്ങൾ അവിടുത്തെ എല്ലാ ആസ്പെക്റ്റും നോക്കിയിട്ട് ഫർദറായിട്ട് മുമ്പോട്ട് നീങ്ങത്തുള്ളൂ. പക്ഷേ ആറന്മുള അങ്ങനെ ഒരു പരിശോധനയ്ക്ക് ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ല. സ്മാർട്ട് സിറ്റി പോലെ, മെട്രോ റെയിൽ പോലെ, അല്ലെങ്കിൽ മോണോ റെയിൽ പോലെയുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് സർക്കാർ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ സർക്കാരിന് ഒരു പുത്തൻ ഉണർവ്, ഒരു പുതിയ മുഖം, ഒരു പുതിയ പ്രതിച്ഛായ വേണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇത് പ്രതിച്ഛായക്കല്ല, നമ്മുടെ പ്രവർത്തനത്തിനാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്. നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചാൽ ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകും. ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാൻ സാധിക്കണം. എൻ്റെ ഫോക്കസ് മുഴുവൻ ആ കാര്യത്തിലാണ്. പുനഃസംഘടനയ്ക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു മന്ത്രിസ്ഥാനം ഇപ്പോൾ ഒഴിവുണ്ട്. ആ വകുപ്പ് ഇപ്പം തൽക്കാലം ഞാൻ വഹിക്കുകയാണ്. പക്ഷേ എനിക്ക് അധികം നാൾ അത് മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കത്തില്ല. കാരണം എനിക്ക് വേറെ അധികം വകുപ്പുകളൊന്നുമില്ല. സയൻസ് ആൻഡ് ടെക്നോളജി മാത്രമേ ഒരു വകുപ്പായിട്ട് എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല. പക്ഷേ എനിക്ക് കൂടുതൽ സമയം മൊത്തത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും അതിൻ്റെ റിസൾട്ട് പരിശോധിച്ച് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒക്കെ എനിക്ക് സമയം വേണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അധികം നാൾ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കത്തില്ല. അതുകൊണ്ട് UDF ആലോചിച്ച് എല്ലാവരുമായി ചർച്ച ചെയ്ത് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം ഉണ്ടാകും. അത് ഈ ഒരു ഒഴിവ് നികത്തുകയാണോ അതോ മറ്റ് തലത്തിലുള്ള മാറ്റങ്ങളിലേക്ക് അത് പോകുമോ? അല്ല, ഇപ്പം അത് മാത്രമേ ഉള്ളൂ. ചർച്ച തുടങ്ങിയിട്ടില്ല. ഇപ്പം അത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വരണമെങ്കിൽ അതാത് പാർട്ടിക്കാരുടെ ഇൻവോൾവ്മെൻ്റ് കൂടി ഉണ്ടാകണം. സാധ്യത മുഖ്യമന്ത്രി തള്ളിക്കളയുന്നില്ല. പുനഃസംഘടനയ്ക്കുള്ള സാധ്യത മുഖ്യമന്ത്രി ഇന്നത്തെക്കുറിച്ച് നമുക്കെന്തെങ്കിലും പറയാം. നാളത്തെക്കുറിച്ച് രാഷ്ട്രീയത്തിൽ ഒന്നും പറയാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതേ പറയുന്നുള്ളൂ, ഒരു സ്ഥാനത്തിൻ്റെ കാര്യം അവിടെ ഓപ്പണാണ്. അതിനൊരു പരിഹാരം ഉണ്ടായേ മതിയാക്കും. ആ സമയത്ത് ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നാൽ അത് അതാത് പാർട്ടിക്കാർ, ഇപ്പോൾ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വമൊക്കെയാണ് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടത്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് വരാമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇപ്പോൾ ആ കാര്യം അജണ്ടയിലില്ലാതെ ആലോചിക്കുന്നില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. അദ്ദേഹത്തിന് ഈ മന്ത്രിസഭയിലേക്ക് വന്നാൽ ലഭിക്കുന്ന എന്ത് സ്ഥാനമായിരിക്കും എന്നുള്ള കാര്യത്തിലുള്ള ഒരു സംശയമോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതാണോ അദ്ദേഹം വരാത്തതിന് കാരണം? ഇല്ലില്ല, അതൊന്നും അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല.
ഈ മന്ത്രിസഭയുടെ ആദ്യ ഘട്ടത്തിൽ ഈ പ്രാവശ്യം ഉന്നയിച്ചു. ഇടയ്ക്ക് മന്ത്രിസഭയിൽ ഒരു മാറ്റം വന്ന സമയത്ത് അതിനെക്കുറിച്ച് കുറേ കൂടി സീരിയസ് ആയിട്ടൊരു ചർച്ച നടന്നു. പക്ഷേ രണ്ടവസരത്തിലും രമേശ് സ്വയം ഞാൻ പാർട്ടി പ്രവർത്തന രംഗത്ത് നിൽക്കുന്നതേ ഉള്ളൂ, ഗവൺമെൻറ്റിലേക്കില്ല എന്ന് അദ്ദേഹം സ്വയം എടുത്ത തീരുമാനമാണ്. KPC പ്രസിഡൻറ്റിന് മന്ത്രിസഭയിലേക്ക് വരാൻ ആരുടെയും ഔദാര്യം വേണ്ട. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനമാണ്. പക്ഷേ 2 പ്രാവശ്യവും അദ്ദേഹം വ്യത്യസ്തമായ ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത്. എപ്പം വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെതായ തീരുമാനമെടുക്കാം. വിഷൻ 2030 എന്ന ഒരു ലക്ഷ്യവുമായി 3ാം വർഷത്തിലേക്ക് കിടക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന് എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്.